അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ദിവസം ഇങ്ങോട്ട് എത്താറായിട്ടാണ്. ഞങ്ങൾ മേമൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. അമ്മാൻ്റെ റേസ്കാരൻ്റെ അമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. ഓൻ്റെ കല്യാണമാണ്. അപ്പോൾ ആൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ എടുക്കണം. ഇനി ഗോൾഡ് എടുക്കാൻ പോവുകയാണെന്ന് മഹർ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ഞങ്ങൾ കേട്ടോ. മേമൻ്റെ വീട് തിരൂരാണ് കേട്ടോ. ഞാനും റിയാസ്കാക്കേ പോകുന്നുള്ളൂ. മക്കളൊക്കെ ഇല്ല കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയിക്കാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ മേമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ മേമയും മോനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കല്യാണ ചെക്കനൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ പുറത്ത് പോയിക്കുകയാണ്. മേമ കല്യാണം പറയാൻ പോയിക്കുകയാണ്. പിന്നെ വീടിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. പണിക്കാരൊക്കെ ഉണ്ട്. കണ്ടേ നിങ്ങൾ എവിടെ ഇതാ എന്താ കോലോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആരില്ല കൈസ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കല്യാണം പറഞ്ഞ് വരണേ വരവാണ് കേട്ടോ. മാമിൻ്റെ വീട്ടിൽ പോയി ആദ്യം ഞങ്ങൾ ഓടിച്ചിരുന്നുണ്ട് മാമിൻ്റെ സ്റ്റോർ റൂമിലായിട്ടാ. മാം പല ഐറ്റം അച്ചാറുകൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇട്ട് അച്ചാറൊക്കെ കല്യാണത്തിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളതാട്ടോ. ഞങ്ങൾ ചോറുന്നൽ പകുതി ആയതിൻ്റെ ശേഷം കേട്ടോ പുതിയാപ്പിള വന്നത്. വരാൻ കുറച്ച് ലേറ്റ് ചെയ്യും, പുറത്ത് പോയതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മഹർ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെ ഗ്യാങ്. രണ്ടാളും പിന്നെ ഒരാളും നാട്ടിൽ. ഞങ്ങൾ നാലാളും കൂടി ഇട്ടാ ഒരുവിധമുള്ളതൊക്കെ ഏകദേശം ഒരേപോലെ ഒപ്പിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ. മേമക്ക് 3 മക്കളാട്ടാ, 2 പെണ്ണും ഒരാണും. പിന്നെ അറിയണവർക്ക് അറിയാമല്ല, അറിയാത്തവർക്ക് വീഡിയോ കാണുന്നവരുണ്ടാവില്ല, അവർക്ക് വേണ്ടി പറയാം കേട്ടോ. ഞാൻ വന്ന അന്ന് മുതലേ ഞങ്ങളുള്ള കമ്പനിയാണ് കേട്ടോ. അന്ന് മുതലേ ഞാൻ അവരെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങളൊരു ഗ്യാങ്ങാണ്, ചുരുക്കി പറഞ്ഞ് ഞങ്ങളൊരു ഗ്യാങ്ങാണ് ഗൈസ്. ഞങ്ങൾ ഒരുമിച്ചാണ് എന്തൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരേപോലെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. എല്ലാതും ഞങ്ങൾ ഒരുമിച്ച് തന്നെ, എന്തുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ജ്വല്ലറിയിലെത്തി. അങ്ങനെ അവർ കാറിലാണ് വന്നത്. ഞാനൊരു എസ്കാക്കി സ്കൂട്ടിമേലായിരുന്നു. അങ്ങനെ അവരെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അവർ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ മഹറൊക്കെ സെലക്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നിട്ടാ. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഓരോ ജ്യൂസും കുടിച്ച് പിന്നെ നല്ല ലേറ്റ് ആയിരുന്നു, മക്കൾ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യാട്ടോ.